ഹരേ രാമ ഹരേ കൃഷ്ണ. സ്വർഗതുല്യമായ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നു. സമ്പത്തും ഐശ്വര്യവും കുതിച്ചുയരും. ഈ രാശിക്കാരായ ആളുകളെ ഭാഗ്യം ഇനി കൈവിടില്ല. എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുവാൻ പോകുന്നത്. 2024 ജൂൺ മാസം മുതൽ ലക്ഷ്മി നാരായണ യോഗം ഈ രാശിക്കാരെ തേടിയെത്തും. ഈ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. 2024 ജൂൺ മാസം മുതൽ ബുധാദിത്യ രാജയോഗവും ലക്ഷ്മി നാരായണ യോഗവും ചില രാശിക്കാരെ തേടിയെത്തുന്നു. ഈ രാശിയിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. ബുധൻ നവഗ്രഹങ്ങളുടെ അധിപനാണ്. ബുധന്റെ രാശിമാറ്റവും കഴിഞ്ഞു. ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരായ ആളുകളെയും സ്വാധീനിക്കും. മേട രാശിയിൽ നിന്നും ഇടവ രാശിയിലേക്കാണ് ബുധൻ കടക്കുന്നത്. ബുധന്റെയും ശുക്രന്റെയും യോഗം ലക്ഷ്മി നാരായണ യോഗം എന്നാണ് അറിയപ്പെടുന്നത്. ആയതിനാൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് സർവ്വ സൗഭാഗ്യവും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഈ യോഗം വരുന്ന ഒരു രാശി മേടരാശിക്കാരാണ്. അശ്വതി, ഭരണി, കാൽഭാഗം എന്നിവരാണ് ഇതിൽപ്പെടുന്നത്. ഇവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കുവാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. ഇതിനാൽ തന്നെ നിങ്ങൾ മടിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റുള്ളവരുടെ ആദരവ് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വളരെയധികം ഉന്നതിയിലേക്ക് കുതിക്കുന്നതാണ്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും നിങ്ങളെ തേടിയെത്തും. ഏതു വിധേനയും ധന നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ ജോലികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ പരിപൂർണ പിന്തുണ ഏത് കാര്യത്തിലും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്. പ്രണയ ജീവിതം നിങ്ങളുടെ വിജയത്തിലെത്തും. ജോലി ശരിയാവാത്തതിൽ യാതൊരു വിഷമവും വേണ്ട. ഉടൻ തന്നെ നല്ല ശമ്പളം ലഭിക്കുന്ന ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേരമാണ് വന്നെത്തിയിരിക്കുന്നത്. വീട് പണി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് അവയെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. എല്ലാ രീതിയിലും വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇതിൽ ആദ്യത്തേത് ഇടവം രാശിയിൽ പെടുന്നവരാണ്. ഇടവ രാശിക്കാരായ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നിവർ പെടുന്നു. ഇവർക്ക് ലക്ഷ്മി നാരായണ യോഗം വളരെയധികം സൗഭാഗ്യങ്ങളിൽ ആറാടും. ഇവരുടെ ലഗ്നഭാവത്തിലാണ് ഈ യോഗമുള്ളതിനാൽ ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് മികച്ച തൊഴിൽ നേടുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ആദരവൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കടങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉചിതമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാതിരുന്ന ആളുകൾക്ക് സന്താന ഭാഗ്യം വന്നുചേരും. ലോട്ടറി, ചിട്ടി പോലുള്ള നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യം വന്നു ചേരുന്നതാണ്. ഈ രാജയോഗങ്ങളുടെ രൂപീകരണത്തെ തുടർന്ന് വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഏറ്റവും ശുഭകരമായിരിക്കും ഈ കാലയളവിൽ ഇടവം രാശിക്കാരുടെ ജീവിതം. സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പും. ബിസിനസ് രംഗത്ത് വിവേകത്തോടെ പ്രവർത്തിച്ചാൽ വൻ ലാഭം തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സമ്പത്തും സമൃദ്ധിയുമെല്ലാം ഈ രാശിക്കാരെ വിട്ടുപോകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ജോലിക്കുള്ള
വളരെയധികം ഓഫറുകൾ ലഭിക്കുന്നതാണ്. ഈ സമയത്ത് ഇടവം രാശിക്കാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെടും. വിദേശ യാത്ര ചെയ്യുവാനുള്ള യോഗമുണ്ടായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ ശമ്പള വർധനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പലയിടത്തു നിന്നും ധനനേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നുചേരും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം കാൽ, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ്. പുണർതം കാൽഭാഗം, പൂയം, ആയില്യം എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന ആളുകൾ. ഇവർക്ക് തൊഴിലിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടും. ധനവർദ്ധനവും വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ മേഖലയിൽ മികച്ച ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. ദീർഘദൂര യാത്രകൾക്ക് അവസരം വന്നെത്തുന്നതാണ്. ഈ യാത്ര കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണമുണ്ടാകുകയും ചെയ്യും. നിങ്ങളെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് ജീവിതം സുഖകരമായി തീരും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം, കാൽ. ഈ രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ ഇതുവരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ അവസരങ്ങളും വരുമാന വഴികളും തുറന്നു വരും. ബിസിനസ്സുകാർക്ക് വളരെയധികം സാമ്പത്തിക ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ വീട്, വാഹനം, വസ്തു എന്നിവ വാങ്ങുവാനുള്ള യോഗം വന്നുചേരും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വെച്ചടി കയറ്റമായിരിക്കും വന്നുചേരുന്നത്. സുവർണ കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രാജയോഗവുമായി ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ജോലിയുണ്ടെങ്കിൽ അതിൽ നിന്നും വൻ വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സുകാരാണെങ്കിൽ വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ വർധനവ് വരികയും ഖജനാവ് നിറയുകയും ചെയ്യും. സമൂഹത്തിൽ നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന ബഹുമാനത്തിൽ വളരെയധികം വർധനവ് ഉണ്ടാകുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ തേടിയെത്തും. സമ്പത്തും വരുമാനവുമെല്ലാം കുമിഞ്ഞു കൂടുകയും ചെയ്യുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, ആദ്യ പകുതി. ഈ രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തികമായ വരവ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. അതുപോലെ തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യം പോലുള്ള അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബപരമായി ഉയർച്ചയും സന്തോഷവും വന്നു ചേരുന്നതാണ്. ദീർഘകാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ എല്ലാ ജോലികളും ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അനാവശ്യ കാരണങ്ങളാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുകൂലമാകും. നിലവിൽ ചെയ്യുന്ന ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കുക. വൈകാതെ തന്നെ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച വന്നുചേരും. വീട് എന്ന ആഗ്രഹം വരെ വൈകാതെ നടക്കുന്നതാണ്. നിങ്ങൾക്ക് വാഹനം വാങ്ങുവാനും സാധ്യതയുണ്ട്. വളരെ നല്ല നേരമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. ഈ രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ച നേടുവാൻ സാധിക്കും. തീർത്ഥാടന യാത്രകൾ നടത്തും. നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും.
തൊഴിൽപരമായി ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലോട്ടറി ഭാഗ്യവും നിങ്ങളെ തേടിയെത്തും. പല മേഖലകളിലും നിങ്ങൾക്ക് ഉയർച്ച മാത്രമാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് ഡീലുകളെല്ലാം വളരെയധികം സുരക്ഷിതമായിരിക്കും. ഭാവി നേട്ടങ്ങൾ വർദ്ധിക്കും. സാമ്പത്തിക സാഹചര്യങ്ങൾ എല്ലാ രീതിയിലും മെച്ചപ്പെടുകയും ചെയ്യും. ആശയവിനിമയ കഴിവുകൾ നിങ്ങൾ കൂടുതൽ ആളുകളെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് നല്ല പുരോഗതിയും സർക്കാർ ജോലിയുള്ള ആളുകൾക്ക് പ്രമോഷനും ശമ്പള വർധനവും വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.